ജബൽപൂരിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. അച്യുതൻ, എത്ര വലിയ പ്രതിഷേധമാണ് പാർലമെന്റിൽ ജബൽപൂർ വിഷയത്തിൽ ഇന്ന് ഉണ്ടായത്? ഗോപികൃഷ്ണൻ, ഈ ജബൽപൂരിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ ഇന്നലെയും ലോക്സഭയുടെ നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ പ്രതിപക്ഷം ആ വിഷയം ചൂണ്ടിക്കാട്ടി. എന്നാൽ സ്പീക്കർ അതിന് ഉള്ള അനുവാദം നൽകിയിരുന്നില്ല. തുടർന്ന് സഭ ബഹിഷ്കരിച്ചുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള എംപിമാർ സഭയ്ക്ക് പുറത്ത് പ്രതിഷേധം നടത്തുകയായിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ ലോക്സഭാ നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഈ ജബൽപൂർ വിഷയവും ഒപ്പം തന്നെ ഈ വഖഫുമായി ബന്ധപ്പെട്ട വിഷയവും ചൂണ്ടിക്കാട്ടി ഇതിലൊരു അടിയന്തരമായ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ സ്പീക്കർ അത് നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം തന്നെ പ്രതിപക്ഷം ശക്തമായ ഒരു പ്രതിഷേധം നടുത്തളത്തിലിറങ്ങി നടത്തിയതോടുകൂടിയാണ് സഭാ നടപടികൾ 12 മണിവരെ നിർത്തിവെച്ചത്. രാജ്യസഭയിലാകട്ടെ ഭരണപക്ഷം പ്രതിപക്ഷത്തിന് നേരെ രംഗത്ത് വരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ തുടർന്ന് ഭരണ പ്രതിപക്ഷ ബഹളങ്ങളിൽ രാജ്യസഭയും 12 മണിവരെ ഇപ്പൊ സഭാ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്നാലും ഈ സഭയ്ക്കകത്ത് നിന്ന് സഭയ്ക്ക് പുറത്തേക്കാണ് പിന്നീട് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഉണ്ടായത്. സഭയ്ക്ക് പുറത്ത് പാർലമെന്റിന്റെ കവാടത്തിന് മുന്നിൽ പ്രതിപക്ഷം ഒന്നടങ്കം ഈ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെയുള്ള ആക്രമണങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിഷേധിക്കുകയുണ്ടായി. ഇപ്പോൾ വീണ്ടും സഭാ നടപടികൾ പുനരാരംഭിച്ചിരിക്കുകയാണ്. ശരി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. സഭാ നടപടികൾ പ്രതിഷേധത്തെ തുടർന്ന് 12 മണി വരെ നിർത്തിവെച്ചിരുന്നു. ഇപ്പോൾ നടപടികൾ പുനരാരംഭിച്ചിട്ടുണ്ട് എന്നും അച്യുതന്റെ റിപ്പോർട്ടിൽ പറയുന്നു.